ടിപ്സ് ആൻഡ് വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് 1-ാം തീയതി, ഇനി 5 ദിവസമുള്ള ഓണത്തിന്. അപ്പോൾ ഓണത്തിനുള്ള തിരക്ക് പരിപാടികളെല്ലാം, നമ്മുടെ പരിപാടികളെല്ലാം നമ്മൾ ഒതുക്കിയില്ലേ ഇന്നലെ കൊണ്ട്? പണികളെല്ലാം ഒന്ന് ഒതുങ്ങി. ഇനിയിപ്പം കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനും കൂടെ ഉണ്ടല്ലേ? കുറച്ചും കൂടെ ഉണ്ട്. പിന്നെ വീട്ടിലെ പണികൾ കുറേ കൂടെ ബാക്കിയുണ്ട്. ക്ലീനിങ് പരിപാടികൾ. അത് മഴ ആയതുകൊണ്ട് അങ്ങ് മടിച്ച് നിൽക്കുക. ഉണങ്ങത്തില്ല ഇതൊന്നും. എല്ലാം ഫുള്ളും ഈ പ്രാവശ്യത്തെ ഓണം മഴയ്ക്കകത്ത് പോകുന്നതാണ് തോന്നുന്നു. അപ്പൊ അമ്മയ്ക്കും ഏതാണ്ടൊക്കെ സാധനം വാങ്ങിക്കാനുണ്ട്. കുറച്ച് പരിപാടികളൊക്കെ ബാക്കിയുണ്ടെന്ന് പറഞ്ഞു. നമുക്കൊന്ന് ടൗണിലൊക്കെ ഒന്ന് പോയിട്ട് വരാം അല്ലേ? പോയേക്കാം. ഇന്നൊരു ചെറിയ മഴയ്ക്ക് കുറവുണ്ടെന്ന് തോന്നുന്നല്ലേ? ഇടയ്ക്കിടയ്ക്ക് തോർന്നു നിൽക്കും, ഇടയ്ക്കിടയ്ക്ക് പെയ്യും. നല്ല മഴയില്ലെന്ന് പറയാൻ പറ്റത്തില്ല. അതെ അതെ. ഇത് നമ്മുടെ വീടിൻ്റെ മുന്നിലുള്ള അമ്പലത്തിലെ ഓണം ആഘോഷമായിരുന്നു കേട്ടോ. ഇന്നലെ പിള്ളേരുടെ എല്ലാം കൂടെ പരിപാടിയായിരുന്നു. അപ്പോൾ പിള്ളേരെല്ലാം കൂടെ മൊത്തം പിന്നെ പൂക്കളമൊക്കെ ഇട്ട് സദ്യ പരിപാടി കാര്യങ്ങളൊക്കെ ആയിരുന്നു. നല്ല രസമായിരുന്നു പരിപാടി. അപ്പോൾ ഇവിടുത്തെ ഇനിയിപ്പം ഓണത്തിൻ്റെ അന്നും കൂടെ ഉണ്ടെന്ന് തോന്നുന്നല്ലേ? ഓണത്തിൻ്റെ അല്ല, ഇന്നലെ ആയിരുന്നു തോന്നുന്നു ഓണാഘോഷ പരിപാടിയൊക്കെ ഇന്നലെ ആയിരുന്നു. അപ്പോൾ നമുക്ക് പോവാം. മഴ വീണ്ടും തുടങ്ങി കേട്ടോ. അടിപൊളി മഴ. നല്ല മഴയത്ത് കടുങ്കാപ്പി വല്ലതും എടുത്തിട്ടുണ്ടോ? എന്നാലും മഴയൊക്കെ അല്ലേ? അത് കൊള്ളാം. കടുങ്കാപ്പി ഉണ്ടായിരുന്ന നല്ലതായിരുന്നു. ഓണമാണെന്നൊന്നും മഴ അറിഞ്ഞില്ലെന്ന് തോന്നുന്നു. മഴ 5 മാസമായി നമുക്ക് ഈ പണി തരാൻ തുടങ്ങിയിട്ട്. മെയ് മാസം തുടങ്ങിയ മഴയാ. മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, ഇപ്പൊ സെപ്റ്റംബർ ആയി. ഇടയ്ക്ക് കുറച്ച് ദിവസം തെളിഞ്ഞില്ലേ? അന്നേരം ഓർത്തു മഴ മാറിയതായിരിക്കും. അങ്ങനെയൊക്കെ ഓർത്തായിരുന്നു, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇതുണ്ടോ, ആൽമരം മൊത്തം ഫുള്ള് നിറയെ ഇലയായി. നമ്മളെ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പം ഇലയെല്ലാം പൊഴിഞ്ഞിരിക്കുകയായിരുന്നു. ഇപ്പൊ കണ്ടോ, ഇപ്പൊ നല്ല മൊത്തം ഇലയായി. നമ്മൾ പോകുന്ന വഴിക്ക്, രാമക്കൽമേട് പോകുന്ന വഴിക്ക് ബാലംപിള്ള സിറ്റിക്ക് അടുത്തുള്ള ഒരു ദേവീക്ഷേത്രമാണ്. അതിൻ്റെ മുന്നിലുള്ള ആല. ഇതിനപ്പുറത്ത് ഒരെണ്ണമുണ്ട് കേട്ടോ. അമ്പലം കഴിയുമ്പോഴും ഒരെണ്ണമുണ്ട്, അമ്പലത്തിന് മുന്നിലും ആയിട്ട് ഒരെണ്ണമുണ്ട്. രണ്ട് സൈഡിലായിട്ട്. മൊത്തം അതേ കണ്ടോ, അതിലെല്ലാം ഒത്തിരി ഉറി തൂക്കി ഇട്ടേക്കുന്നുണ്ടോ. നല്ല രസമുണ്ട് കാണാൻ അല്ലേ? അതെ. അങ്ങനെ നമ്മള് തൂക്കുപാലം ടൗണിലെത്തി കേട്ടോ. തൂക്കുപാലം ടൗണിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും വാങ്ങിക്കാനുണ്ടോ? ഇനി ഞങ്ങൾക്ക് 2 നൂലും കൂടെ വാങ്ങിക്കാനുണ്ട്. നൂലോ? അത് കൊള്ളാം. അതിനാ തയ്ക്കാനോ? ഈ പരിപാടിയെല്ലാം അറിയാമായിരുന്നല്ലേ? നൂല് വാങ്ങിക്കാനോ? എവിടെയുള്ളേ? ഏതായാലും നിങ്ങൾ ആ ചെറിയ കടയിൽ കയറി സാധനം വാങ്ങിച്ചാൽ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. എവിടുന്നാ വാങ്ങിക്കുന്നത്? ചിന്നൂസോ? നമ്മളെ വന്ന വഴിക്കൊരു കുറേ നാളുകളായിട്ട് ഇതിലെ പോകുമ്പോൾ കാണുന്ന ഒരു നൈറ്റി കട, ഒരു ചേച്ചി ഇവിടെ നിന്ന് തയ്ച്ച് നൈറ്റിയൊക്കെ വിൽക്കുന്നുണ്ടേ. അപ്പം അമ്മ പറഞ്ഞേ എന്നാൽ നമുക്ക് ഇവിടുന്ന് വാങ്ങിക്കാമെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ നമ്മൾ ആ കടയിൽ കയറി കുറേ സാധനങ്ങൾ എടുത്തു. എന്നൊക്കെ എടുത്തു? ആണോ? അപ്പം ചെറിയ ചെറിയ സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയാണോ? അതെല്ലാം നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതെ, അതാണ് ചെറിയ ചെറിയ സംരംഭങ്ങളുമായിട്ടിരിക്കുന്ന ആൾക്കാരെയൊക്കെ പറ്റുന്ന പോലെ പ്രോത്സാഹിപ്പിച്ചു പോകണം കേട്ടോ. കണ്ടോ കാറ്റാടിപ്പാലം കണ്ടോ? എല്ലാ കാറ്റാടിയും ഇറങ്ങുന്നുണ്ടല്ലേ? മഴയൊന്ന് ചെറുതായിട്ട് ഇറങ്ങിയപ്പോഴത്തെ മഴ അങ്ങ് മാറിയല്ലേ? മഴയില്ലെങ്കിലും നല്ല ചൂടുണ്ടെന്നല്ലേ? നോക്കാം, എന്നാ പോയേക്കാം. ഇതാ കേട്ടോ, നമ്മള് തോവാളപ്പടി എന്ന് പറയുന്ന സ്ഥലമായത് കേട്ടോ. തോവാളപ്പടി തൂക്കുപാലത്ത് നിന്ന് രാമക്കൽമേടിന് പോകുന്ന വഴിക്ക് ഉള്ള സ്ഥലമാണ് തോവാളപ്പടി. ഇവിടുന്ന് വേണം നമ്മുടെ ഒരു ഓഫ് റോഡുണ്ട് ഇതിലെ മേളി, ആമപ്പാറ എന്ന് പറഞ്ഞ് അങ്ങോട്ടൊക്കെ കയറി പോകുന്നത് ഈ തോവാളപ്പടി വന്നിട്ടാണ് കയറി പോകുന്നത്. മഴ മാറിയത് കൊണ്ടൊരു ചെറിയ തെളിച്ചമുണ്ടല്ലേ? പക്ഷെ എപ്പോഴും ഒരു പെയ്യാനുള്ള ഒരു ഇതാണ്. ഉടനെ പെയ്യുമായിരിക്കും. രാമക്കൽമേട് കയറണോ അമ്മേ?
പോപ്പയ്ക്ക് ജിമ്മിലെ ഓണാഘോഷ പരിപാടിയാണെന്ന് പറഞ്ഞു 4 മണിക്ക്. സമയം പോകും അല്ലേ? സമയം പോയെങ്കിൽ വിശക്കുന്നുണ്ടോ? അതെ, കുഞ്ഞിക്ക് വിശപ്പ്. ഈ തോവാളപ്പടി കഴിഞ്ഞേ നമ്മൾ മുന്നോട്ട് വരുമ്പോൾ ഉള്ള സ്ഥലമാണ് കോമ്പമുക്ക് എന്ന് പറയും. കോമ്പമുക്ക് ഉണ്ട്, അവിടുത്തെ ഒരു പള്ളിയാണ്. പള്ളി ഞാൻ പണ്ട് കുഞ്ഞിലെ ഇവിടെ ഒരു കല്യാണത്തിന് വന്നിട്ടുണ്ട്. ആണോ? മറക്കത്തില്ല, ഈ ഒരു സ്ഥലം ആ ഷേപ്പും കൂടെ ആയതുകൊണ്ട് മറന്നു പോകത്തേ ഇല്ല. എപ്പോഴും ഓർത്തിരിക്കും അല്ലേ? നമ്മള് കാറ്റാടിപ്പാടത്ത് വന്ന് നിക്കുമ്പോഴേ ഈ പള്ളി കാണാലോ. അവിടെ നിക്കുമ്പോ കാണാത്. നമ്മുടെ അവിടുത്തെ ചക്കയെല്ലാം തീർന്നു. ഇപ്പോൾ അവരുടെ എന്ത് ചക്കയാണ്. ഇപ്പൊ പോകുന്ന വഴി മൊത്തം ചക്കയുണ്ടോ എന്നാ നോക്കുന്നേ. ആവശ്യമുള്ള സാധനങ്ങളല്ലേ ആൾക്കാർ നോക്കുന്നേ. ഇപ്പൊ പ്ലാവേ ചക്കയുണ്ടോ? നമ്മുടെ ഓർമ്മയിലൊന്നും ഇല്ല. ഇതുകൊണ്ട് എന്ത് ഇവിടെ എങ്ങാണ്ടോ ഒരിടത്ത് ഞാൻ കണ്ടായിരുന്നു. അങ്ങോട്ട് പോയപ്പോഴേ ചോട്ടില് അത് കണ്ടോ? ഇവിടുന്ന് അങ്ങോട്ട് ഒരു നല്ല ഇറക്കമാണ് ഇത് ശാന്തിപുരത്തേക്ക് ചെല്ലുന്നതിന് മുന്നേ ഉള്ള ഒരു ഇറക്കമാണ്. ഈ ഇറക്കം ഇറങ്ങി നല്ലൊരു നിരപ്പ് ചെന്നിട്ടാണ് പിന്നെ ശാന്തിപുരത്തേക്ക് കയറ്റം കയറുന്നത്. ഈ പോകുന്ന വഴി ഇടത്തെ സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീട് ഇരിക്കുന്ന സ്ഥലം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ബാക്കിലേക്ക് തമിഴ്നാടിൻ്റെ ബൗണ്ടറി വനങ്ങളാണ്. ഈ വലത്തെ സൈഡിൽ കണ്ടോ നല്ല ഓണത്തിനൊക്കെ നല്ല പൂക്കൾ നിൽക്കുന്നുണ്ട്, ഇഷ്ടം പോലെ. ഇങ്ങനെ താഴെ വരെ ഉണ്ട് കണ്ടോ, ഒരു നല്ല ചെടികളല്ലേ. അതെ, ശരിക്കും റോഡ് സൈഡിൽ കൂടെ ഇങ്ങനെ ചെടി വെച്ച് പിടിപ്പിച്ച എന്നെ രസമല്ലേ. ബന്ധിപ്പൂ ഉണ്ടോ അവിടെ നിറഞ്ഞു നിൽക്കുന്നേ? ഇഷ്ടം പോലെ ഉണ്ട്. ചെറിയൊരു വെളിച്ചമൊക്കെ ആയെന്ന് തോന്നുന്നല്ലേ? വിശ്വസിക്കണ്ട, മഴ പെയ്യും, ചിലപ്പം പെയ്യും. മതിയായിരുന്നു. വഴി നല്ലതായപ്പോഴേ വീതിയൊക്കെ കൂട്ടി നല്ല അടിപൊളി വഴിയായപ്പോ തന്നെ എന്നെ രസമല്ലേ. സ്ഥലത്തിന്റെ ഷേപ്പേ മാറിപ്പോയി. നമ്മൾ ആദ്യമൊക്കെ ഇതിലൂടെ വരുമ്പോ ചെറിയ വഴിയും ഇതിപ്പോ ഈ കഴിഞ്ഞ ഇടയ്ക്ക് വീതി കൂട്ടി പണിതെടുത്താ. എന്ത് പൂക്കളല്ലേ ഓണമൊക്കെ ആകുമ്പോഴത്തേക്കിനും തെളിയുമായിരിക്കും തോന്നുന്നു കേട്ടോ. എങ്ങനെ ആവോ? തെളിഞ്ഞാ മതിയായിരുന്നു. എല്ലാ നാട്ടിലും വിളിക്കുന്ന നാട്ടിലെല്ലാം മഴയാ, എല്ലാ നാട്ടിലും മഴയാന്ന് പറയുന്നത്. ഈ മഴ ഇല്ലാത്ത ഏതെങ്കിലും നാടുണ്ടോ ആവോ? ഇനിയേ നമ്മളേതായാലും ടൗണിലെ കറക്കവും പരിപാടിയും ഷോപ്പിങ്ങും ഒക്കെ കഴിഞ്ഞിട്ടേ വന്ന് നമ്മൾ നമ്മുടെ ഇവിടെ കരുണാപുരമായി. ഈ കരുണാപുരമൊക്കെ ആയപ്പോഴത്തേക്കിനുമേ വിശക്കാലം തുടങ്ങിയില്ലേ? ആണോ? കുഞ്ഞിക്ക് അവിടെ തൊട്ട വിശക്കാൻ തുടങ്ങി. അങ്ങനെയാണെന്നറിയോ, രാവിലെ കുഞ്ഞ് വയറ് നിറച്ച് കഴിക്കുവല്ല, ഒരു ദോശയൊക്കെ കുഞ്ഞ് കഴിക്കുന്നത്. അവിടെ ഒരു 10, 11, 12 ആകുമ്പോഴത്തേനും കുഞ്ഞിക്ക് ഭയങ്കര വിശപ്പാ. പിന്നെ ഇടയ്ക്ക് വീണ്ടും എല്ലാവരും പോയി കഴിക്കും. അങ്ങനെ ഇതൊന്നും അറിയാതെ ഒരാളിരുന്ന് ഉറങ്ങുന്നുണ്ട് കണ്ടോ. കണ്ടോ, ക്ഷീണിച്ചു പോയി. വാവും, 2-3 ദിവസത്തെ പണിയെല്ലാം കൂടെ അല്ലേ? ആണോ? പറഞ്ഞ 2 ആഴ്ചയായിട്ട് വിശ്രമം വിശ്രമമില്ലല്ലോ അല്ലേ? ഇപ്പൊ വണ്ടി ഇരുന്ന് വേർത്തട്ട എനിക്ക് ഉറക്കം വരുന്നുണ്ടോ? ഉറക്കം വരണ്ട, ഇന്നും കൂടെ ഉണ്ട് പണി. ഇന്നൊരു ക്ലീനിങ് ഡേ ആണ്. ഇന്നും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ ചൂലും നാളെ തൊട്ട് വീട്ടിൽ നിന്ന് പോരത്തോട്ടി പോണം, ഇതേ പോണം. കറങ്ങാൻ പോകാനായിട്ടിരിക്കുകയല്ലേ? നാളെ പോയേക്കാം നമുക്ക്. ഇന്നുകൊണ്ടെല്ലാം ക്ലീൻ ആക്കിയിട്ട് എല്ലാരും ഇങ്ങോട്ട് കൊണ്ടുവരാന്ന് വിചാരിച്ചിട്ട് മഴ സമ്മതിക്കുമല്ല. അതെ, അപ്പൊ നമ്മള് തിരിച്ച് നമ്മളെ വീട്ടിലേക്ക് എത്തി കേട്ടോ. അതേ തമിഴ്നാട് വണ്ടി ഒരെണ്ണം വരുന്നു. ഇവിടെ ഇടാ, അവിടെ ഏതാണ്ട് പാക്കറ്റ് കൊടുത്തിട്ടില്ലേ? അവിടെ ഉണ്ടെങ്കിൽ അതിങ്ങ് എടുത്തോ. നിന്റെ സൂപ്പറായിട്ടിരുന്ന് ഉറങ്ങിയല്ലേ? ആണോ? ഇനിയിപ്പോ പോയിട്ട് ഇനി വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങാം കേട്ടോ, വല്ലതും കഴിച്ചിട്ട്. ആണോ? അതിപ്പോ മരുന്നൊക്കെ വാങ്ങിച്ചില്ലേ നമ്മള്. ഇനിയിപ്പോ ഏതായാലും വീട്ടിൽ ചെന്നിട്ട് കിടന്നുറങ്ങാം. കൂടെ കഴിഞ്ഞിട്ട് ഉറങ്ങിക്കും, രാത്രി ഉറങ്ങിക്കും. അപ്പൊ അങ്ങനെ നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് എത്തി. കുഞ്ഞിക്ക് മന്തി ഒന്നും ഇല്ല കേട്ടോ, കുഞ്ഞിക്ക് ചോറേ ഉള്ളൂ. മന്തി അമ്മ പറഞ്ഞു നാളെ സെറ്റ് ആക്കാം. ഇല്ല, ഗേറ്റ് കീപ്പർ ഗേറ്റ് തുറക്കാൻ പോയിട്ടുണ്ട് കേട്ടോ. അപ്പൊ പോയേക്കാം അല്ലേ? അപ്പൊ ഷോപ്പിംഗ് പരിപാടിയെല്ലാം കഴിഞ്ഞ് ഇനി ഷോപ്പിംഗ് ഒന്നും ഇല്ല കേട്ടോ. ഈ വർഷത്തെ ഓണം ഷോപ്പിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുന്നു. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.